എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. 5 ലക്ഷം രൂപയുടെ നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിനും അതേപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് ആക്സിഡൻറ്റ് പോളിസിക്കുമായിട്ടുള്ള നോർക്ക കെയർ പോളിസി എടുക്കുന്നതിന് പുതിയ ആപ്പ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഡേറ്റും നീട്ടിയിട്ടുണ്ട്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നോർക്ക കെയർ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. നേരത്തെ വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ പദ്ധതിയിൽ ചേരാമെന്നും അതേപോലെ തന്നെ ഐ ഡിക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നും പ്രവാസി ഐ ഡിക്ക് ഉൾപ്പെടെയുള്ള നോർക്ക ഐ ഡികൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നും കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടാതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയ മറ്റൊരു വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇവിടെ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നാൽ സൈറ്റ് അഡ്രസ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ സ്കീം ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡേറ്റ് നീട്ടിയത് സംബന്ധിച്ച അറിയിപ്പ് നമുക്കവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഒക്ടോബർ 21 വരെ ചേരാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ എക്സ്റ്റെൻഡഡ് അപ് ടു ഒക്ടോബർ 30 ഈ മാസം ഒക്ടോബർ 30 വരെ നമുക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രാബല്യത്തിൽ വരുന്നത് നവംബർ 1, 2025 നോർക്ക കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞാനിവിടെ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെ സെർച്ച് ബാറിൽ പ്രസ് ചെയ്തതിന് ശേഷം നോർക്ക കെയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് നോർക്ക കെയറിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അക്ഷയ ഡൈനാമിക് സൊല്യൂഷൻസ് ആണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് പോപ്പപ്പ് ഒക്കെ വരും. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്കിവിടെ 3 ലിങ്കുകൾ കാണിക്കുന്നുണ്ട്: നോർക്ക ഐ ഡി, ഇമെയിൽ, ഫോൺ. പക്ഷേ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഐ ഡി ഉള്ളവർക്ക് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഒന്നുകിൽ പ്രവാസി ഐ ഡി, അല്ലെങ്കിൽ NRK ഐ ഡി, അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി. അങ്ങനെ ഇത് 3-ൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് മാത്രമേ നിലവിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഫോൺ നമ്പരും മെയിലും കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നോർക്ക പ്രവാസി ഐ ഡിക്ക് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറോ മെയിൽ ഐ ഡിയോ ആണ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. ഒന്നുകിൽ നോർക്ക ഐ ഡി കൊടുക്കാം, അതല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുക്കുക. അതിൽ വരുന്ന OTP കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഞാനിവിടെ ഫോൺ കൊടുക്കുകയാണ്. ഫോൺ നമ്പർ ഞാൻ നോർക്ക ഐ ഡിക്ക് പ്രവാസി ഐ ഡിക്ക് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത ഫോൺ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം അതിലേക്ക് വരുന്ന OTP കൊടുത്ത് കയറാൻ ശ്രമിക്കുകയാണ്. ഫോൺ നമ്പർ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ വെച്ചല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ആ രാജ്യം കൺട്രി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് ഇടത് സൈഡിൽ. ഞാനിവിടെ പ്രവാസി ഐ ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് പ്രവാസി ഐ ഡി എടുത്ത ആളിൻ്റെ കസ്റ്റമർ ഐ ഡി എന്ന് പറഞ്ഞാൽ പ്രവാസി ഐ ഡി നമ്പർ തന്നെയാണ്. ആ കസ്റ്റമർ ഐ ഡി, അതുപോലെ ആളിൻ്റെ പേര്, സർനെയിം ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ട്. മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയവയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കാണും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. താഴെ വന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ഈ പ്രിൻസിപ്പൽ ഇൻഷുറർ, അതായത് കാർഡ് എടുത്ത ആളിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള അംഗങ്ങളെ ചേർക്കാൻ സാധിക്കും. തുടർന്ന് ആഡ് ഫാമിലി മെമ്പർ എന്ന ടാബിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് സ്പൗസ്, ചൈൽഡ് 1 ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സ്പൗസിനെ ചേർക്കുകയാണ്. എന്നിട്ട് സ്പൗസിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ആ കലണ്ടർ ചൂസ് ചെയ്ത് തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. സൈഡിൽ പ്രസ് ചെയ്താൽ ഇയറിലേക്ക് പോകും. ആ ഇയർ അവിടെ നിന്ന് ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് മന്ത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് നമ്മൾ ഡേറ്റും തിരഞ്ഞെടുത്ത് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. താഴെ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ 8101 രൂപ, സ്പൗസും 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ 4 പേർക്കും കൂടി 13,411. ഇനി 2 കുട്ടികളെ കൂടാതെ അഡീഷണൽ ഒരു കുട്ടിയെ കൂടെ ചേർക്കുകയാണെങ്കിൽ ഓരോ കുട്ടിക്കും 4,130 രൂപ വെച്ചടയ്ക്കണം. അങ്ങനെ മാക്സിമം അഡീഷണൽ 3 കുട്ടികളെ വരെ ചേർക്കാം. അതല്ലാതെ 2 കുട്ടികളും സ്പൗസും അതേപോലെ പ്രിൻസിപ്പൽ ഇൻഷുറും കൂടെ അടങ്ങിയതാണെങ്കിൽ 13,411 രൂപയെ ആകത്തുള്ളൂ. ഞാനിവിടെ സ്പൗസിൻ്റെ വൈഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം താഴെ ആഡ് മെമ്പർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ അവിടെ ആഡായി വരുന്നത് നമുക്ക് കാണാം. ഇനി വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീണ്ടും ആഡ് മെമ്പർ എടുത്തിട്ട് ചൈൽഡ് 1 എന്ന് കൊടുത്തിട്ട് ചൈൽഡിൻ്റെ നേരത്തെ കൊടുത്ത പോലെ ഡേറ്റ് ഓഫ് ബർത്തും പേരും അതേപോലെ തന്നെ ജെൻഡറും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തരെയും സേവ് ചെയ്യണം. ഞാനിവിടെ
വൈഫിനെയും 2 കുട്ടികളെയും ആഡ് ചെയ്തു. പ്രിൻസിപ്പൽ ഇൻഷുറർ പ്രവാസി ID കാർഡ് എടുത്ത ഹസ്ബൻഡാണ്. ബാക്കിയുള്ളവർക്കൊന്നും പ്രവാസി ID കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോയിൽ സംശയം ചോദിച്ചിരുന്നതാണ്. എന്നിട്ട് വൈഫിനെയും ചേർത്തു, 2 കുട്ടികളെയും ചേർത്തു. ഇനി ഒരു കുട്ടിയും കൂടി ചേർക്കണമെങ്കിൽ ചൈൽഡ് 3 എന്നും പറഞ്ഞു വരും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ 4130 രൂപയും കൂടി നമ്മൾ അഡീഷണൽ അടയ്ക്കേണ്ടി വരും. ഞാനിവിടെ 4 പേരാണ് മൊത്തത്തിൽ, ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂ എന്ന് കാണാം. ആ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നതാണ്. 13,411 രൂപ. 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണുള്ളത്. ഇതിൻ്റെ ഒപ്പം 10 ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി ഉണ്ട്. താഴെ വന്ന് ചെക്ക് ബോക്സിൽ കണ്ടീഷൻസ് എല്ലാം ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ ആൻഡ് പേ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബോക്സിലെല്ലാം ടിക്ക് മാർക്ക് വരുത്തി കണ്ടിന്യൂ ആൻഡ് പേയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നമുക്ക് HDFC ബാങ്കിൻ്റെ ലിങ്കുണ്ട്, അതുകൂടാതെ UPI ലിങ്കുണ്ട്, അതും കൂടാതെ കാർഡ് നമ്പർ, ATM കാർഡിൻ്റെ നമ്പർ കൊടുത്ത് പേ ചെയ്യണമെങ്കിൽ അതുണ്ട്. അതും കൂടാതെ നെറ്റ് ബാങ്കിങ് ഉണ്ട്. നേരത്തെ ഫെഡറൽ ബാങ്ക് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫെഡറൽ ബാങ്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാൻ പേയ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കാർഡ് നമുക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടുന്ന് തന്നെ കാർഡ് ജനറേറ്റായി വരുന്നതാണ്. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കാർഡ് ഡൗൺലോഡിങ് എന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് കാർഡ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാർഡ് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോർക്ക കെയറുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെയൊക്കെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും അതേപോലെ എൻഡ് സ്ക്രീനിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടെ അവിടെ ലഭിക്കും. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട്, കാർഡ് കിട്ടാത്തവർക്ക് ആ വീഡിയോയിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്ത് കാർഡ് നമുക്ക് അയച്ചു തരാനുള്ള സംവിധാനം അവർ ചെയ്തു തരും. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.